അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇഹിയയുടെ 23-ാമത്തെ പേജാണ് നമുക്കിനി എടുക്കാനുള്ളത്. അറിയാലോ, മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള 5 ഇമാമുകൾ, അവരെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഷയം വിട്ടുപോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. അവർ ഉഖ്റവിയായ ഇൽമും ലാഹിരിയായ ഫിഖഹിൻ്റെ ഇൽമും ഇബാദത്തും സുഹുദും പിന്നെ ഇഖ്ലാസും ഇതെല്ലാം ഒരുമിച്ച് കൂടിയവരാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ വിശദീകരണങ്ങൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി പറയുന്നത് വയദുല്ലു അലാ അന്നഹു അറാദ ബിൽ ഫിഖ്ഹി വൽ മുനാദറത്തി വജ്ഹല്ലാഹി തആല, ഫിഖ്ഹ് കൊണ്ടും ഡിബേറ്റ് കൊണ്ടും അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രമാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത് എന്നതിൻ്റെ തെളിവ്. നമ്മൾ ഇഖ്ലാസ് എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചാണല്ലോ. ഏതേത് കാര്യത്തിൻ്റെയും ഉദ്ദേശം അള്ളാഹു മാത്രമാവുക, ലി വജ്ഹില്ലാഹി ആവുക, എല്ലാ കാര്യങ്ങളും മറ്റൊരു താല്പര്യവും മുന്നിൽ വെച്ചുകൊണ്ടല്ല. ആരെയും നന്നാക്കാനോ ആരുടെയെങ്കിലും ഇഷ്ടം സമ്പാദിക്കാനോ ഒരാളെന്താ വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ടോ നമ്മൾ പലപ്പോഴും പല നല്ല കാര്യങ്ങളും ചെയ്യൽ അങ്ങനെ ആയിരിക്കും. ഒരാൾ മരിച്ചാൽ പോലും പോണത് അത് അയാൾ ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്, ഹജ്ജിന് പോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായതിന് എല്ലാ സഹായത്തിനും ഉണ്ടായതിന് ആളാണ്, അയാൾ മരിച്ചിട്ട് പോകാഞ്ഞാൽ അതൊരു മോശമാണ് അറിയാം നമ്മൾ. അതോടുകൂടി എൻ്റെ കഥ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ മുഅ്മിനായ മനുഷ്യൻ്റെ പിന്നെ മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയ കൂലിയുള്ള കാര്യമാണ്. പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്തു, തൽക്കാലം മോശം തീർക്കാനുള്ള ഏർപ്പാടാക്കി മാറ്റുകയാണ്. സന്ദർഭമായിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയണ്ടാവും. അപ്പോൾ ഇവിടെ എന്നാൽ ഏതേത് കാര്യത്തിലും വജ്ഹുല്ലാഹി മാത്രം. എന്തിനാണ് ഇമാം ഷാഫി തങ്ങൾ ഫിഖ്ഹ് പഠിക്കുന്നത്? ലി വജ്ഹില്ല, അള്ളാഹ് ഇഷ്ടപ്പെടാൻ വേണ്ടി. എന്തിനാണ് ഡിബേറ്റ് നടത്തുന്നത്? ഇപ്പം മദ്ഹബിൻ്റെ നിയമങ്ങളൊക്കെ തമ്മിൽ ഭിന്നപേക്ഷണങ്ങളുള്ള ആളുകൾ തമ്മിലൊക്കെ ഡിബേറ്റുകൾ നടക്കും. അവിടെയൊക്കെ ഉദ്ദേശം വജ്ഹുല്ലാഹി മാത്രം, അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി. ഇത് വജ്ഹുല്ലാഹിയാണ് ഉദ്ദേശം എന്നുള്ളതിൻ്റെ തെളിവ് അന്നഹു ഖാൽ, ഇമാമുന ഷാഫി റളിയല്ലാഹു പറയാണ്, വദിത്തു അന്നന്നാസ യന്തഫിഉന ബിഹാദൽ ഇൽമ്, ജനങ്ങളൊക്കെ ഈ ഇൽമു കൊണ്ട് ഉപകാരമെടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ വമാ നുസിബ ഇലയ്യ മിൻഹു ഷൈഉൻ, അതിൽ നിന്ന് ഒന്നും എന്നിലേക്ക് ചേർക്കപ്പെടാതെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഇൽമു ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. എന്നാൽ അത് ഷാഫി ഇമാം പറഞ്ഞെന്നതാണ് എന്ന് ആരും പറയരുത്. കുറച്ചോനെ അങ്ങനെ ആയി കിട്ടിയാൽ മതിയായിരുന്നു. ഇതാണ് ഇമാം ഷാഫി നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് ഷാഫി ഇമാം കാല ഷാഫിയു, ഇമാം ഷാഫി തങ്ങളെ മദ്ഹബാണ്, ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതാണ് എന്നൊന്നും ആൾക്കാർ പറയാതെ ഈ ഇൽമു ആൾക്കാർ ഉപയോഗിക്കുക. അത് ഒന്നും ആൾക്കാർ അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെ ആയി കിട്ടിയാൽ എത്ര നന്നായി, അതാ മൂപ്പർക്ക് താല്പര്യം. കാരണം ഇത് ആൾക്കാരുടെ അറിയപ്പെടാനല്ല, വജ്ഹുല്ലാഹിക്ക് മാത്രമാണ്. ആൾക്കാർ പറഞ്ഞാലുണ്ടെങ്കിലും അള്ളാഹു അറിയുമല്ലോ. ഈ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യണത്. ഇങ്ങനെ അപ്പോൾ ഒരു കാര്യവും നമ്മൾക്കിപ്പം അങ്ങനെ വല്ല കാര്യം ചെയ്യുമ്പോൾ അത് പേറ്റൻ്റാണ് നമുക്ക് ഏറ്റവും വലുതെന്ന്. ഏതൊരു സംഗതിക്കും പേറ്റൻ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്, അതിൻ്റെ പേറ്റൻ്റ് ആർക്ക് എന്നുള്ളതാണ് നമ്മളിന്ന് കാര്യമായിട്ട് കണക്കൂട്ടൽ. അതിൻ്റെ പേരിൽ നമ്മൾ പ്രശ്നങ്ങളുണ്ടാക്കും, കേസ് കൊടുക്കും, എന്തൊക്കെ സംഗതി നടക്കും. എൻ്റേത് അവൻ മോഷ്ടിച്ചു എന്ന് പറയും. ഈ മോഷണങ്ങളൊക്കെ നല്ലത് എന്നല്ല ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. പക്ഷേ യഥാർത്ഥ വജ്ഹുല്ലാഹിക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആരെന്ത് പറഞ്ഞ് അതൊന്നും നോക്കാനല്ല. ഞാൻ പറഞ്ഞാണെന്ന് ആരും അറിയാഞ്ഞാൽ മതിയേനി എന്നാണ് വിചാരിക്കുക. അത് വേറെ ആരെങ്കിലുമൊക്കെ ഓരോ മേലിൽ പറഞ്ഞു പോയിക്കോട്ടെ. എങ്ങനെയാലും അള്ളാഹ്ക്കറിയില്ല ഇതിപ്പോൾ ആര് പറഞ്ഞതാണുള്ളത്, അത് മാത്രമേ മുന്നിൽ കാണുള്ളൂ. ഇതായിരുന്നു ഇമാം ഷാഫി തങ്ങൾ. അപ്പോൾ ജനങ്ങൾ ഈ ഇൽമു കൊണ്ട് ഉപകാരമെടുക്കട്ടെ, എന്നിലേക്ക് ഇത് ചേർക്കപ്പെടാതിരിക്കട്ടെ എന്ന്. വഹാദാ ഖാത്തിഉൻ, ഇത് ഉറപ്പിക്കുന്ന കാര്യമാണ്. ഫി അന്നഹു ലം യുരിദ് ബിഹി സൈതൻ ഫിന്നാസി വമതാൽ ഖുറൂർ, ഒരിക്കലും ജനങ്ങളിലുള്ള പ്രസിദ്ധിയും മറ്റൊന്നും ഇമാം ഷാഫി തങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അതുപോലെ മറ്റൊരിക്കൽ പറഞ്ഞു, മാ നാദർതു അഹദൻ ഖത്തു ഫഅഹ്ബബ്തു അൻ യുഖ്തിഅ, ഞാൻ ഒരാളോടും ഡിബേറ്റ് നടത്തിയിട്ടില്ല എന്നിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അയാൾ പിഴക്കണം എന്ന്. ചിന്തിച്ചു നോക്കൂ, ഒരാളോട് ഡിബേറ്റ് നടത്തുമ്പം ഇമാം ഷാഫി തങ്ങൾ പറയാം, ഞാൻ ഏതൊരാളുടെ മുനാദറ നടത്തിയിട്ടുണ്ടോ, ഡിബേറ്റ് നടത്തിയിട്ടുണ്ടോ, അയാൾ പറഞ്ഞത് തെറ്റായിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണ്ടീനി എന്ന് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല. എങ്ങനെയെങ്കിലും അയാൾ പറഞ്ഞത് ശരിയാണ്ടീനി എന്നാണ് വിചാരിക്കുക. എന്താ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമോ? നമ്മളിപ്പോൾ പൊട്ട തെറ്റാണ് പറയണതെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ അതെന്തായാലും ശരിയാകാതെ പറ്റൂല, ഇതായിരിക്കും നമ്മുടെ പുതിയ കാലത്തെ ശൈലി. അത് ശരിയാക്കാൻ വേണ്ടി എന്ത് ഞൊണ്ടിനായും പറയാന്നുള്ളതാണ്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഒരാളുടെ മുനാദറ നടത്തുമ്പോൾ, ഡിബേറ്റ് നടത്തുമ്പോൾ ചിന്തിക്കുന്നത് അയാൾ പറഞ്ഞത് തെറ്റും ഞാൻ പറഞ്ഞത് ശരിയാവരുതേ, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ പറഞ്ഞത് ശരിയാണ്ടിനി. എന്താണ് ഇപ്പോൾ ആ ചിന്ത? എന്താ മലയാളത്തിൽ എന്താണ് അതിനൊക്കെ നമ്മൾ പറയാം? ആ ചിന്താഗതിക്കൊക്കെ എന്ത് പേര് പറഞ്ഞാൽ നമ്മളിനൊക്കെ വിളിക്കുക?
നോക്കൂ, ഒമാ കല്ലം തുഹദൻ, ഞാൻ ഒരാളോടും സംസാരിച്ചിട്ടില്ല. ഇല്ല അഹ്ബബ്തു അൻ യുവഫ്ഫഖ വയുസദ്ദദ വയുആന വയകൂന അലൈഹി റിയായത്തു മിനല്ലാഹി വഹിഫ്ളുൻ. ഞാൻ ഒരാളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അയാൾ തൗഫീഖ് നൽകപ്പെടുന്നയാളാവുക, അയാൾ നേരിട്ടുള്ള വർത്തമാനം പറയാം. ഞാനും വേറൊരാളും എന്ത് സംസാരിക്കുമ്പോഴും ഏറ്റവും സദാദുള്ള സംസാരം, ഖൂലു ഖൗലൻ സദീദൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. സദീദായ സംസാരം, സത്യമായ വാക്ക്, അത് അയാൾ പറയേണ്ടിനി. ഞാൻ പറഞ്ഞത് തെറ്റായാലും വേണ്ടില്ല, ഞാൻ പറഞ്ഞത് തെറ്റായാലും ഇപ്പോൾ ഒരു പ്രസിദ്ധി പോകും, അത് വേണ്ട. അപ്പം തനിക്ക് എന്തെങ്കിലും ദുന്യവിയായ കാര്യലാഭം ഉണ്ടാവുക എന്നത് ഒരു കാര്യത്തിലും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രത്യേക പരിഗണനയും രക്ഷയും ഒക്കെ അയാൾക്കുണ്ടാവണം. ഇങ്ങനെ ആഗ്രഹിക്കുക. വമാ കല്ലംതു അഹദൻ ഖത്തു ഇല്ലാ വഅന ഉരീദു അൻ യുബയ്യിന അല്ലാഹു തആല അൽ ഹഖ് അലാ ലിസാനിഹി ഔ അലാ ലിസാനി. നോക്കൂ, ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്തേ ഉദ്ദേശിക്കുന്നുള്ളൂ? അള്ളാഹു ഹക്ക് വെളിവാക്കണം, അത് എൻ്റെ നാവിലൂടെ അല്ലെങ്കിൽ അയാളെ നാവിലൂടെ. ജയിക്കണം എന്ന ഉദ്ദേശമില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലുള്ള ഡിബേറ്റ് എന്ന് പറയുന്നത്. ഒരു വിഷയത്തിൻ്റെ യഥാർത്ഥം മനസ്സിലാകാൻ വേണ്ടിയുള്ള സംസാരമായിരിക്കും ഡിബേറ്റ്. അവിടെ ഞാൻ ജയിക്കുക ഓൻ ജയിക്കുക എന്നുള്ള വിഷയമൊന്നുമില്ല. ഹക്ക് വെളിവാവുക. ഇമാം ഷാഫി തങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് മറ്റവൻ്റെ നാവിലൂടെ ഹക്ക് വെളിവാകണേ എന്നതാണ്. ഇനി അതല്ലെങ്കിൽ ആരുടെയെങ്കിലും നാവിലൂടെ ഹക്ക് വെളിവാകണം, ജയിക്കണം എന്നുള്ള ലക്ഷ്യമല്ല. ആരും ഇവിടെ ജയിക്കണം എന്നുള്ള ലക്ഷ്യമല്ല. ഇത് ഇഖ്ലാസിൻ്റെ അടയാളമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, മാ സല്ലൈതു സ്വലാത്തൻ മുൻദു 40 സന ഇല്ലാ വ അന അദ്ഉ ലിശ്ശാഫിഈ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാം, 40 കൊല്ലമായിട്ട് ഞാനൊരു നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല ഇമാം ഷാഫി തങ്ങൾക്ക് ദ്വാരക്കാതെ. ഇമാം ഷാഫി തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ 40 കൊല്ലമായിട്ട് ഞാനൊരു നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്. അങ്ങനെയൊക്കെ ആവാനുള്ള യോഗ്യത ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതേപോലെ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ് ഇനി ഇമാം മാലിക് റഹിമഹുല്ലാ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഈ പ്രത്യേകതകളൊക്കെ ഉള്ളയാളായിരുന്നു. ഇമാം മാലിക് തങ്ങളോട് ആരോ ചോദിച്ചു ഈ തൊലബുൽ ഇൽമിനെക്കുറിച്ച്, ഇൽമ അന്വേഷിക്കുന്നതിനെക്കുറിച്ച്, ഇൽമ തേടുന്നതിനെക്കുറിച്ച്. അപ്പോൾ പറഞ്ഞു ഹസനുൽ ജമീൽ, അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ വലാക്കിൻ ഉൻളുറില്ലദീ യൽസമുക്, നിനക്ക് അനിവാര്യമായ ഇൽമ എന്താണെന്ന് നോക്കിക്കോ. മിൻ ഹീന തുസ്ബിഹ് ഇലാ ഹീന തുംസി ഫൽസംഹു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിനക്ക് ആവശ്യമുള്ള ഇൽമ എന്തായിരിക്കും, ആ ഇൽമ അന്വേഷിച്ചുകൊണ്ട് പഠിച്ചോ. കുറേ ജീവിതത്തിൽ ഈ കാലം വരെ ഒരു സ്ഥലത്തും ഉപകാരപ്പെടാത്ത കുറേ ഇൽമ അഭ്യസിച്ചുകൊണ്ട് നടന്നിട്ട് എന്ത് കാര്യമുള്ളത്? ഇപ്പോൾ നമ്മളങ്ങനെ പഠിച്ച കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ SLCക്കൊക്കെ കണക്കൊക്കെ പഠിക്കും, കുറേ B² A² എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എന്നെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലും നമുക്ക് ഈ കണക്ക് ഉപകാരപ്പെടാറുണ്ടോ? ഇല്ല. അങ്ങനെ കുറേ സാധനങ്ങൾ പഠിച്ചു വെക്കും. ഇമാം മാലിക് തങ്ങൾ നേരിട്ട് പറയാണ്, ഇൽമൊക്കെ വളരെ പ്രധാനമാണ്, പക്ഷേ നിനക്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെ അനിവാര്യമാകുന്ന ഇൽമുണ്ടാവും, അത് വേഗം പോയി നോക്കി പഠിച്ചോ. അതാണ് ഏറ്റവും അനിവാര്യം. ഇമാം ഷാഫി തങ്ങൾ മാലിക് ഇമാമിനെ കുറിച്ചൊരു വർത്തമാനം പറയുന്നുണ്ട്. റഹിമഹുല്ലാഹ്, ഇമാം മാലിക്കിന് അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. ഞാനൊരു ദിവസം കണ്ടു അന്നഹു സുഇല അൻ 40 മസ്അല, 40 മസ്അല ഇമാം മാലിക് തങ്ങളോട് ചോദിച്ചു ആരോ. അതിൽ 32 മറുപടി ലാ അദ്രി, എനിക്കറിയില്ല എന്നാ. നോക്കൂ, 8 ചോദ്യത്തിനേ മറുപടി ഉള്ളൂ. മറ്റൊരു രൂപത്തിൽ ഇതേ സംഭവം തന്നെ 36 ലാ അദ്രി എന്ന് പറഞ്ഞു എന്നും കാണാം ചരിത്രത്തിൽ. ഏതായാലും ശരി. അപ്പം 40 ചോദ്യം ചോദിച്ചിട്ട് നമ്മളൊക്കെ അവസ്ഥ ആലോചിച്ചൊക്കെ, നമ്മളോടൊക്കെ പാരെ ഒരു 400 ചോദ്യം ചോദിച്ചായിട്ട് 399 മറുപടി അറിഞ്ഞ് ഒന്നെങ്ങാനും അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വഷളത്തരം ഭയങ്കരമാണ് നമുക്ക്. കാരണം നമ്മൾ പിന്നെ ഒന്നും അറിയാത്തവരായി. ഈ കണക്കിലാണ് നമ്മളുണ്ടാവുക. ഇമാം മാലിക് തങ്ങൾ ആലോചിക്കണം, ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദ്, ഒരു മദ്ഹബിൻ്റെ ഇമാം. അദ്ദേഹത്തോട് 40 ചോദിച്ചപ്പോൾ 32 എനിക്കറിയില്ല എന്ന് 8 മറുപടി. ഒരു കുഴപ്പമില്ല. ഈ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു മാനുണ്ട് കേട്ടോ, ആദ്യം മനസ്സിലാക്കണം. പക്ഷെ കാരണം കുറേ മറുപടികൾ കുറേ പറയാന്നുള്ളിടത്തല്ല അവരൊന്നും കാര്യം കാണുന്നത്, ആവശ്യമുള്ളത് മാത്രം പറയാന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഖുർആനും ഹദീസും അതിൻ്റെ പിന്നെ എന്താണ് പറയുക ഇസ്തിംബാത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും പറയാതിരിക്കാനുള്ള കാരണം. അല്ലെങ്കിൽ ഇതൊക്കെ അറിയും, പക്ഷേ ഇപ്പോൾ ഓനിത് ആവശ്യമില്ല, ഇതായിരിക്കും കാരണം. ഓനിപ്പം ചോദിക്കേണ്ട ചോദ്യമല്ല അത്, അതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല. ചോദിക്കുമ്പോഴത്തേനും മറുപടി പറയാന്നുള്ളതല്ല, ആവശ്യമുണ്ടെങ്കിൽ പറയാന്നുള്ളതാണ്. അത് മനസ്സിലാക്കി പ്രതികരിക്കുക എന്നുള്ളത്. കാരണം അവരൊക്കെ അങ്ങനെയാണ്. അവർക്ക് ഇങ്ങനെ മറുപടി പറഞ്ഞ് ഞാൻ അങ്ങനെ പല ചോദ്യം ചോദിച്ചിട്ട് എല്ലാത്തിനും എന്താ മറുപടി, കിടിലം മറുപടിയാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ പ്രത്യേക ഒരു സമ്മാനം അവർക്ക് നേടാനില്ല, അതുപോലെ ആഗ്രഹിക്കണമില്ല. യഥാർത്ഥക്കാരനായി ജീവിക്കുക, ഇതാണ് അയിമത്തിൻ്റെ രീതി. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കുറിച്ചും ഇങ്ങനെ തന്നെ. അദ്ദേഹം അബൂ ഹനീഫയുടെ സംഭവം പറഞ്ഞു നോക്കൂ. അമ്മ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഫകദാലിക റുവിയ, ഉദ്ധരിക്കപ്പെടുന്നു, അദ്ദേഹം പകുതി സമയം നിസ്കരിക്കുന്ന ആളാണ് രാത്രി. അന്നഹു കാന യുഹ്യി നിസ്ഫൽ ലൈൽ, രാത്രി പകുതി ഭാഗം നിസ്കരിക്കുന്ന ആളാണ്.
ഒരു ദിവസം അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടിയ ഒരാൾ പറഞ്ഞു, ബി അന്നഹാദല്ലദീ യുഹ്യീ കുല്ലല്ലൈൽ, ഇയാൾ രാത്രി ഫുള്ള് നിസ്കരിക്കുന്ന ആളാണ്. രാത്രി പോയതേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അല്ല അബൂ ഹനീഫ തങ്ങൾ നിസ്കരിക്കണുള്ളൂ. അപ്പം മൂപ്പരെ കണ്ടപ്പോൾ ഒരാൾ അങ്ങാടി എന്ന് പറയാണ്, ഓ രാത്രി ഫുള്ള് നിസ്കരിക്കുന്ന ആളാണ് പോണത്. അന്ന് മുതൽ ഇമാം അബൂ ഹനീഫ തങ്ങൾ രാത്രി ഫുള്ള് നിസ്കരിക്കാൻ തുടങ്ങി. എന്താ കാരണം എന്ന് പറഞ്ഞാലോ, അന അസ്തഹയി അൻ ഊസഫ ബിമാ ലൈസ ഫിയ, എന്നിലില്ലാത്ത ഒരു വിശേഷണം എന്നെക്കുറിച്ച് പറയപ്പെടൽ ഞാൻ വെറുക്കുന്നു, എനിക്ക് ലജ്ജയാകുന്നു എന്നാണ്. ആൾക്കാർ എന്നെപ്പറ്റി പറഞ്ഞത് രാത്രി ഫുള്ള് നിസ്കരിക്കുന്ന ആളെന്നാണ്. അപ്പോൾ ആ പറയുന്നത് കളവാവൂലേ? ഇല്ലാത്തൊരു വിശേഷണം എന്നെക്കുറിച്ച് പറയലാവൂലേ? അപ്പോൾ ഞാൻ ഫുള്ള് നിസ്കരിക്കട്ടെ, അപ്പോൾ ആ പറഞ്ഞത് ശരിയാവുമല്ലോ. നോക്കൂ, നമുക്കൊക്കെ നമ്മളില്ലാത്ത വല്ല വിശേഷണം ആരെങ്കിലും പറഞ്ഞു കിട്ടിയാൽ രക്ഷപ്പെട്ട് വിചാരിച്ചിരിക്കുക. കാരണം എന്താ, ആ സംഗതി ചെയ്യാതെ പിന്നെ അതിൻ്റെ ഗുണം നമുക്ക് ഉണ്ടാകുകയാണ്, ആൾക്കാരുടെ ഉള്ള പ്രസിദ്ധി നമുക്ക് ഉണ്ടാവുകയാണ്, ഉണ്ടാകാൻ നിൽക്കും. ഇതല്ല അയിമത്ത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എന്നെപ്പറ്റി അയാൾ പറയുന്നത് ഞാൻ ഫുള്ളായിട്ട് നിസ്കരിക്കട്ടെ, കാരണം എനിക്ക് അയാൾ പറഞ്ഞത് തോന്നാവില്ലേ, എന്നെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞത് കളവ് പറയലാവില്ലേ എന്ന് ചിന്തിക്കുകയാണ്. ഇതേപോലെ എല്ലാവരും അഹ്മദ് ബിൻ ഹംബൽ, സുഫിയാൻ, അവരുടെയൊക്കെ സുഹൃദ് വറ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിവിധ ഗ്രന്ഥങ്ങളിലായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെയാണ് അയിമത്തിൻ്റെ രീതി. ഈ രീതിയാണ് വിജയത്തിൻ്റെ വഴി എന്നാണ് ഇപ്പോൾ മൊത്തത്തിൽ പറയുന്നത്. എന്നല്ലാതെ കേവലം ലാഹിരിയായ അറിവ് മാത്രമല്ല. നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് ആരും വിട്ടുപോകരുത്. ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? ലാഹിരിയായ അറിവ് മാത്രമാണ് പിൽക്കാല പണ്ഡിതന്മാർക്ക് വരുന്നത്. അതുകൊണ്ട് മാത്രം ഉപകാരമുണ്ടാവുകയില്ല. ആ അറിവിനപ്പുറം ബാത്തിനിയായ അറിവുണ്ടാവണം. ഈ വിഷയം മഖബൂലാണോ അല്ല എന്നുള്ള അറിവുണ്ടാവണം. പഠിച്ചതിൻ്റെ ഇബാദത്ത് ചെയ്യണം, സുഹദ് വേണം, വജ്ഹുല്ലാഹി എല്ലാ കാര്യത്തിനും ഉദ്ദേശിക്കണം. ഈ 5 ഗുണങ്ങൾ ഒരുമിച്ച് കൂടിയവരായിരുന്നു മുൻകാല ഉലമാക്കൾ എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ഫസൽ, ചെറിയ ഫസൽ, അതും കൂടി എടുത്ത് അവസാനിപ്പിക്കുക. ഫസലുൻ ഫി ബയാനി അന്ന ജമിഅൽ ഉലൂമി ലൈസത്ത് മഹ്മൂദത്തൻ, എല്ലാ അറിവുകളും പിന്നെ പരിഗണനീയമല്ല, എല്ലാം അഭിനന്ദിക്കപ്പെടുന്നതല്ല. അറിവുകൾ പല അറിവുമുണ്ട്, എല്ലാ അറിവും അഭിനന്ദനാർഹമല്ല. യാനി വിദാലിക സിഹർ, തൊലാസിമ്, നുജൂമ്, ഫൽസഫ വമാ ശബഹ. സിഹർ മാരണം പഠിക്കൽ, തൊലാസിം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ അസ്മാൻ്റെ പണിക്കാരും മറ്റൊക്കെ ഉണ്ടല്ലോ, ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ് അസ്മാ തൊൽസമാത്ത് എന്ന് പറയും. അതുപോലെ നക്ഷത്രഗണിതം, ഫിലോസഫി, ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ട്. പൊതുവിൽ പിന്നെ ഇതൊന്നും അഭിനന്ദിക്കപ്പെടേണ്ട അറിവുകളല്ല. ആവശ്യമുള്ളതില്ലാത്തതൊക്കെ അതിലുണ്ടാവും. പൊതുവെ അത്ര കാര്യമായിട്ട് നമ്മൾ പ്രത്യേകം മദ്ഹ് ചെയ്യപ്പെടേണ്ട അറിവുകളല്ല അതൊന്നും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നിപ്പോൾ സിഹറും തൊലാസിമും രണ്ടും പല നിലക്കുള്ള ദററും ഉണ്ടാക്കും. സിഹർ ദററാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് സബബുൽ മുഹ്കത്തിൽപ്പെട്ട ദോഷമാണ്. രണ്ടാമത്തെ തെറ്റാണ് സിഹർ. സ്വാഭാവികമായിട്ടും അപ്പോൾ അത് പഠിച്ചിട്ട് കാര്യമില്ല, അതൊരിക്കലും മഹ്മൂദായ ഇൽമല്ല. പിന്നെ ഈ തൊലാസിം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം തൊലാസിം എന്നുള്ള പേര് നമുക്കൊരു പക്ഷേ പരിചയം ഉണ്ടാവില്ല. ഇസ്മിൻ്റെ പണി എന്നുള്ള പേരാണ് നമ്മളുടെ കൂടുതൽ പരിചയം ഉണ്ടായത്. അതൊരു ഇസ്മിൻ്റെയും ഫേലിൻ്റെയും ഒന്നും പണിയല്ല. അസ്മാവ് തൽസമാ, അത് അള്ളാഹുവിൻ്റെ അസ്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അസ്മാവ്. അതുപോലെ തന്നെ മറ്റ് മലക്കുകളുടെ, ജിന്നുകളുടെ, ഷൈത്താന്മാരുടെയൊക്കെ പേരിൽ വരും അസ്മാവിൽ. പിന്നെ അതുപോലെ തന്നെ തൊൽസമാത്ത്, ഈ പിന്നെ എന്താ പറയുക, നമ്മൾ ഉറുക്ക് മറ്റെങ്ങനെ എഴുതൽ, തകിട് മറ്റെങ്ങനെയൊക്കെ എഴുതലൊക്കെ ഉണ്ടല്ലോ. ഈ വിജ്ഞാനം അത് പലപ്പോഴും ലററിലേക്ക് നീങ്ങും. അത് നേരെ ലററാണ് എന്നല്ല ഈ പറയണത്. അത് പിന്നെ അതിൻ്റെ ഷർത്തനുസരിച്ച് കൊണ്ട് പഠിക്കുകയും നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് കാണുന്നത്, ഞാൻ മൊത്തം അടച്ച് ആക്ഷേപിക്കുകയാണെന്ന് വിചാരിക്കരുത്, ഒരു ക്ലാസ് എന്നുള്ള നിലക്ക് വിഷയങ്ങൾ പറയേണ്ടി വരുമല്ലോ. നമ്മളിന്ന് ഈ അസ്മാവിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് കേൾക്കണ പലതും മഹാ തട്ടിപ്പുകളാണ്. കാരണം ഈ വിജ്ഞാന ശാഖ അത്രയും കരുതലോടുകൂടി മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ്. വിഷയം അങ്ങനെ അനിവാര്യമായ രീതിയിൽ മാത്രം അതിൻ്റെ അർത്ഥത്തിൽ ആ ഒരു അതബോട് കൂടി തന്നെ പഠിക്കുകയും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ട സാധനം. അതിങ്ങനെ നാട്ടിലാകെ ബോർഡ് വെച്ച്, നോട്ടീസ് അടിച്ച്, TV പരസ്യം കൊടുത്ത് പ്രചരിപ്പിച്ച്, ആൾക്കാരെ വിളിച്ച് അങ്ങനെ ചെയ്യേണ്ട ഒന്നല്ല. അതിൽ ഗുണം ഒരു പക്ഷേ ഉണ്ടാകുമെന്ന് വന്നേക്കാം, ഉണ്ടായില്ല എന്ന് വന്നേക്കാം, അത് വേറെ കാര്യം. ഏതായാലും തൊലാസിമിൻ്റെ ഒരു പിന്നെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. മറ്റത് പല ദററുകളും അതിൻ്റെ പേരിലുണ്ടാവും. നക്ഷത്രഗണിതം അത് മൻഹിയാണ്, വിരോധിക്കപ്പെട്ട ഇൽമാണ്. അത് പഠിക്കാൻ തന്നെ പറ്റില്ല. നജുമായിട്ട് ബന്ധപ്പെട്ട ഗണിതങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ എന്താണ് പറയുക, ഈ രാശി നോക്കൽ, ജാതകം നോക്കൽ പോലുള്ള പരിപാടിയൊക്കെ ഉണ്ടാക്കും. നക്ഷത്രഗണിതവുമായിട്ട് ബന്ധപ്പെട്ട വിജ്ഞാന ശാഖകളാണ്. നബിതങ്ങൾ തന്നെ പറഞ്ഞു, ഇതാ വിക്രം നുജൂമ് ഫംസിക്കു, നുജൂമിനെ കുറിച്ച് പറയപ്പെട്ടാൽ നിങ്ങൾ അപ്പം നിർത്തണം, ആ കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയാൻ കാരണം? അത് പഠിക്കേണ്ട അറിയാൻ കാരണം മനുഷ്യൻ എന്നൽ ഇൻസാന മഷൂഫും ബില്ലി ഹാലത്തെ അലൽ അസ്ബാബ്, മനുഷ്യൻ എപ്പോഴും ഓരോ കാര്യങ്ങൾ ഓരോ കാരണത്തിലേക്ക് ചാരി വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഓരോ കാരണം പറയണം. നമ്മളെ എപ്പോഴും അങ്ങനെയുള്ളൂ.
പിന്നെ അത് ഞാൻ ആ പറഞ്ഞ സമയത്തോ വന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഓൻ കേൾക്കാത്തത് കൊണ്ടാണ്, ആ സ്വിച്ച് അപ്പ് ഇടാത്തത് കൊണ്ടാണ്, ആ ബസ് ആ നേരത്ത് വരാത്തത് കൊണ്ടാണ്, ഇങ്ങനെ നമ്മൾ പലയോധി കാരണങ്ങളും പറയും. അതേപോലെ ഈ നല്ല വിഷയങ്ങളുണ്ടായാൽ ഈ നെജുമും മറ്റൊക്കെ അറിയുന്നവരാകുമ്പോൾ അത് ഓൻ്റെ രാശി ഇങ്ങനെ ആയിട്ടാണ്, ഓൻ്റെ ജാതകം അങ്ങനെ മോശപ്പെട്ട ജാതകമാണ്, ഓൻ്റെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം അനുസരിച്ചുകൊണ്ട് ഓൻ അങ്ങനെയൊക്കെ ആവുള്ളൂ ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സ്വന്തം പരാജയം മറച്ചു വെക്കാനും നമ്മുടെ ചെയ്തികൾക്കുള്ള ന്യായം കണ്ടെത്താനൊക്കെ പലപ്പോഴും നമ്മൾ കാരണം അന്വേഷിക്കുന്നവരാണ്. അപ്പോൾ ഈ ജാതകവും നക്ഷത്രവും പിന്നെന്താണ് വാരഫലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതൊരു കാരണം പറയാൻ കിട്ടും. മറിച്ച് അള്ളാഹുമായിട്ടൊരു ഒന്നിനൊരു ബന്ധം ഉണ്ടാവില്ല. എല്ലാത്തിൻ്റെ കാരണവും നക്ഷത്രവും ജാതകവും ഒക്കെ ആയിട്ട് മാറും, രാശിയൊക്കെ ആയിട്ട് മാറും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മളിങ്ങനെ നേരെ മുന്നിൽ കാണുന്ന അല്ലെങ്കിൽ സാങ്കല്പികമായ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കും. മൊത്തത്തിൽ മുസബിബുൽ അസ്ബാബാകുന്ന അള്ളാഹുവിനെ നമ്മൾ വിടും ചെയ്തു. എല്ലാത്തിൻ്റെയും കാരണമാക്കുന്ന കാരണക്കാരൻ അള്ളാഹുവാണ്, മുസബിബുൽ അസ്ബാബ്. ആ കാരണക്കാരനെ മറന്നുകൊണ്ട് ഇങ്ങനെ പലതിലേക്കും നീങ്ങും. അതാണ് ആ വിജ്ഞാന സാങ്കേതിക പ്രശ്നം. പിന്നെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഫിലോസഫി പലതും ഷറൈനെതിരായിട്ടാണ് വരിക. പ്രധാനമായിട്ടും ഗ്രീക്ക് ഫിലോസഫി, ഇമാം ഗസാലി തങ്ങളുടെ കാലത്ത് നിലവിലുള്ളത് ഗ്രീക്ക് ഫിലോസഫിയാണ്. അതുപോലെ ഇന്ത്യൻ ഫിലോസഫി ഒക്കെ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട അത്തരം കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനതിൻ്റെ കൂടുതൽ ഡീപ്പായ വിഷയത്തിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കണില്ല. ഫിലോസഫിൻ്റെ ബേസ് പലപ്പോഴും പിന്നെ ഖാലിഖുണ്ട് എന്നതിനെതിരായിരിക്കും. ഇപ്പം പിന്നെ പ്രപഞ്ചം താനേ ഉണ്ടായി, ഉദാഹരണം, ഒരു ഫിലോസഫിക്കൽ ചർച്ചൻ്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങളുണ്ടാവും ഫിലോസഫിയിൽ. പിന്നെ ഹിസാബ്, നമ്മുടെ ഈ മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. പിന്നെ അതിപ്പോൾ നമുക്ക് മൊത്തത്തിൽ മുഖാലഫത്തും ഇൻകാറും പറ്റൂല. കണക്കൊന്നും ഒരിക്കലും ലോകത്ത് എതിരായിട്ട് വരില്ല, കണക്കെപ്പോഴും കൃത്യമായിരിക്കും. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന കുറേ പലയാതി വഴികളുണ്ടാവും. പിന്നെ വെറും കണക്കൈക്കാരം, ഒരു കണക്ക് അറിയുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് കണക്ക്, വേറൊന്നും ഉണ്ടാവില്ല, ഒരു ഹാരിക്ക് പോലും ഉണ്ടാവില്ല, അതിനൊക്കെ കണക്കിൻ്റെ അടിസ്ഥാനത്തിലേക്കാരം. അത് നമ്മൾ ഈ ചില സംഗതിയുമായിട്ട് വല്ലാതെ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അത്തരം ചില അപകടങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യത്തിൻ്റെ കതിറിലൊക്കെ വേണം. ഫലഖ്തസിർ അല മിൻഹ ഇല ഖദിറിൽ ഹജ, ആവശ്യത്തിൻ്റെ കതിറിലേക്ക് അതെല്ലാം ചുരുക്കണം. അതുപോലെ തന്നെ ഇൽമു ത്വബിയത്ത്, പ്രകൃതിശാസ്ത്രങ്ങൾ നോക്കുമ്പോൾ വൈദ്യശാസ്ത്രം അത് ആവശ്യമുള്ളതാണ്, വളരെ പ്രധാനമാണ്. അത്തരം സാധനങ്ങൾ പഠിക്കണം. നുജൂമ്, നേരത്തെ പറഞ്ഞ നക്ഷത്രം, അതിലും പഠിക്കുക. അലാ മാരിഫത്തിൽ മനാസിൽ വദലാലിൽ ഖബില, മൻസിലുകൾ അറിയുക. അപ്പം നക്ഷത്രത്തിൻ്റെ മൻസിൽ അറിയുക, ചന്ദ്രൻ്റെ മൻസിൽ അറിയുക. അപ്പം ചന്ദ്രൻ നമ്മൾ 1-ാം രാവ് 2-ാം രാവ് 3-ാം രാവ് എന്നൊക്കെ പറയില്ല. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ അദക്കൽ റുജൂനുൽ ഖദീം. അപ്പോൾ ചന്ദ്രൻ്റെ മൻസിലറിൽ പ്രധാനമാണ്. മാസങ്ങളും മറ്റൊക്കെ കണക്കൂട്ടി അറിയാനും മറ്റൊക്കെ ഇത് പറ്റും. അതുപോലെ ഖിബിലൻ്റെ കാര്യങ്ങൾ അറിയാൻ, ഖിബില പലപ്പോഴും മുകളിലേക്ക് നോക്കി അറിയാൻ പറ്റും, നക്ഷത്രം നോക്കി അറിയാൻ പറ്റും, അതിനെപ്പറ്റി അറിഞ്ഞാൽ. അപ്പോൾ നക്ഷത്രത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അത്തരം ഭാഗങ്ങളൊക്കെ അതിൽ പഠിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്നിലും ആവശ്യമുള്ള ഖദറിലുള്ള സംഗതികളുണ്ടാവും, തീരെ പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ശറയിൽ എല്ലാ അറിവുകളും ഒരേപോലെ അഭിനന്ദിക്കപ്പെടുന്ന അഭിനന്ദനീയമായ അറിവുകളാണ് എന്ന് പറയാൻ പറ്റില്ല. അഭിനന്ദനീയമായതും അനഭിലഷണീയമായതുമായ അറിവുകളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള കാര്യമാണ് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അവിടെ അവസാനിപ്പിക്കുക. ഇനി നമുക്ക് ആദാബുൽ മുഅല്ലിമാണ്, ആദാബുൽ മുഅല്ലിം അൽ മുതഅല്ലിമാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.